വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പോയിന്റർ അർത്ഥമെറ്റിക് ഓപ്പറേഷൻസിനെ കുറിച്ചാണ്. പോയിന്റർ അർത്ഥമെറ്റിക് ഓപ്പറേഷൻസിൽ രണ്ട് തരം ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. പോയിന്റർ അഡീഷൻ ആൻഡ് പോയിന്റർ സബ്ട്രാക്ഷൻ. അപ്പോൾ എന്താണ് പോയിന്റർ അർത്ഥമെറ്റിക് ഓപ്പറേഷൻസിലുള്ള ഈ രണ്ട് ഓപ്പറേഷൻസ്? അതായത് പോയിന്റർ അർത്ഥമെറ്റിക് അഡീഷൻ എന്താണ്, അതുപോലെ പോയിന്റർ സബ്ട്രാക്ഷൻ എന്താണ്? ഇതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചറിൻ്റെ പേര് കോംപ്ലക്സ് എന്നാണ്. അതിന് മെമ്പേഴ്സ് ഒന്നുമില്ല, ബോഡി അകം ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. അതായത് കേർലി ബ്രാക്കറ്റ്സിനകത്ത് മെമ്പേഴ്സിനെ ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് വരുന്നു. ഇവിടെ ഞാൻ 3 പോയിന്റർ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ഷോർട്ട് പോയിന്റർ എസ്. ഷോർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ഇൻറ്റിനെയാണ്. അപ്പം ഇൻറ്റ് എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ്സ് ആണ്. ഷോർട്ട് ഇൻറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ 2 ബൈറ്റുകൾ അല്ലെ 2 മെമ്മറി ലൊക്കേഷൻസിനെ കാണിക്കുന്നു. അപ്പം ഒന്നാമത്തെ പോയിന്റർ എന്ന് പറയുന്നത് ഷോർട്ട് ഡാറ്റ ടൈപ്പ് ആണ്. രണ്ടാമത്തേത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ്. ഫ്ലോട്ട് പോയിന്റർ എഫ് എന്നും പറഞ്ഞൊരു പോയിന്ററിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നു. ഇനിയും അപ്പം ഇവിടെ നമുക്ക് കമന്റ് ലൈൻ ആയിട്ട് വേണമെങ്കിൽ എഴുതാം, S is a pointer of int short. അതുപോലെ തന്നെ താഴെ നമുക്ക് എഴുതാം F is a pointer of float data type. ഇനിയും മൂന്നാമത് ഒരു പോയിന്ററിനെ കൂടെ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്താണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്? സി എന്ന് പറയുന്ന പോയിന്ററാണ്. അപ്പോൾ സി ഈസ് എ പോയിന്റർ ഓഫ് കോംപ്ലക്സ്, അതായത് സ്ട്രക്ചറാണ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. അതുകൊണ്ടാണ് ഷോർട്ട് ഫ്ലോട്ടിന് പകരമായിട്ട് സ്ട്രക്റ്റ് കോംപ്ലക്സ് പോയിന്റർ സി എന്ന് എഴുതിയേക്കുന്നു. ഇനി നമ്മളിവിടെ ഡൈനാമിക് ആയിട്ടുള്ള അലോക്കേഷൻസിന് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡൈനാമിക് ആയിട്ട് അലോക്കേഷൻ ചെയ്യുന്നത് ന്യൂ ഓപ്പറേറ്ററിൻ്റെ സഹായത്തോടെയാണ്. അപ്പം എസ് ഈസ് ഈക്വൽ ടു ന്യൂ ഷോർട്ട്. അവിടെ നമ്മൾ ഡൈനാമിക് ആയിട്ട് അലോക്കേഷൻ നടത്തി. അടുത്തത് പോയിന്റർ എഫിൻ്റെ മെമ്മറി അലോക്കേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എഫ് ഈസ് ഈക്വൽ ടു ന്യൂ ഫ്ലോട്ട്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നേരത്തെ പഠിച്ച പ്രകാരം പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഡൈനാമിക് ആയിട്ടുള്ള ഡാറ്റ മെമ്മറി അലോക്കേഷന് നടക്കത്തുള്ളൂ. അപ്പം ഇവിടെ എസിന് 2 ബൈറ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നൽകപ്പെടുന്നത്. അതുപോലെ ഫ്ലോട്ടിന് 4 ബൈറ്റ് അതും എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ്. അതുപോലെ സ്ട്രക്ചറിന് ആവശ്യമുള്ള എത്ര ബൈറ്റ് ആണോ അത്രയും ബൈറ്റ്സ് അതും എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ സ്ട്രക്ചറിനകത്ത് ഇവിടെ മെമ്പേഴ്സ് ഒന്നുമില്ല. അപ്പം ഈ മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ബഫർ സ്പേസ് എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 ബൈറ്റ് ഇവിടെ സ്ട്രക്ചറിന് ഉണ്ടെന്ന് നമുക്ക് കരുതാൻ സാധിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. അപ്പോൾ ഇനി നമുക്ക് സി ഔട്ട്
location of S equal to S എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഞാൻ ഇത്രയൊന്ന് കമ്പൈൽ ചെയ്തു. അപ്പം രണ്ട് പോയിന്റേഴ്സിനെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ വാർണിംഗ് വന്നേക്കുന്നത്. നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം, എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്നുള്ള ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എസ് ഇവിടെ കൊടുത്തേക്കുന്നത് എസ് എന്നാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് എസിൻ്റെ മെമ്മറി ലൊക്കേഷൻ 72278 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഓരോന്നിൻ്റെ മെമ്മറി ലൊക്കേഷൻ, അതായത് അടുത്തത് എഫിൻ്റെ മെമ്മറി ലൊക്കേഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ നമുക്ക് സിയുടെ മെമ്മറി ലൊക്കേഷൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്യും. അപ്പം ഇത്രയും നമുക്ക് ആദ്യം ഒന്ന് ചെയ്യാം. ഇനി നമുക്ക് ഈ മൂന്ന് ഡൈനാമിക് ആയിട്ട് കൊടുത്തേക്കുന്ന വേരിയബിൾസിനെ ഡീഅലോക്കേറ്റ് ചെയ്യണം. അപ്പം ഡിലീറ്റ് എസ്, അതുപോലെ തന്നെ ഡിലീറ്റ് എഫ്, അതുപോലെ തന്നെ ഡിലീറ്റ് സി, അത് കഴിഞ്ഞ് റിട്ടേൺ 0. ഓക്കെ, നമുക്കപ്പോൾ ഇത്രയും ഒന്ന് ആദ്യം ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് പോയിന്റർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ നടക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 പോയിന്റേഴ്സിന്റെ മെമ്മറി ലൊക്കേഷൻ ആണ് ഇവിടെ വന്നേക്കുന്നത്. എസിന്റെ മെമ്മറി ലൊക്കേഷൻ 2278, അതുപോലെ എഫിൻ്റെത് 2298, സിയുടേത് 22A8. ഓക്കെ, അപ്പൊ അത്രയാണ് ഇപ്പൊ നമ്മുടെ മെമ്മറി ലൊക്കേഷൻ വന്നേക്കുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ എനിക്ക് എസിന്റെ മെമ്മറി ലൊക്കേഷൻ എത്രയാണ് നമ്മൾ കണ്ടു. അപ്പം അവിടെ നിന്ന് 2 മെമ്മറി ലൊക്കേഷൻ മുമ്പിലേക്ക് പോവാണ്. അതിനുള്ള കോഡാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. അപ്പൊ S+2 എന്ന് ഞാൻ കൊടുക്കാൻ പോവാം. S+2, എന്നിട്ട് എൻഡ് L കൊടുക്കുന്നു, കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചിരിക്കുന്നത്. എസിന്റെ മെമ്മറി ലൊക്കേഷൻ ഇവിടെ നമുക്ക് കാണാം 652278, അവിടുന്ന് +2. അപ്പം അവിടെ നിന്ന് 2 മെമ്മറി ലൊക്കേഷൻ മുമ്പിലേക്ക് പോയതായിട്ട് കാണാൻ സാധിക്കും. ഗോയിങ് ഫോർവേഡ് ആണ്. അപ്പോൾ 2 മെമ്മറി ലൊക്കേഷൻ മുമ്പോട്ട് അവിടെ പോയി, +2 എന്ന് കൊടുത്തേക്കുന്നു. അപ്പൊ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, 2 ബൈറ്റ് വെച്ചാണ്. അപ്പൊ 7879 എസിന്റെ മെമ്മറി ലൊക്കേഷൻസ് അതാണ്. അപ്പൊ ഒന്നാമത്തെ മെമ്മറി ലൊക്കേഷൻ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. 78ഉം 79 2 മെമ്മറി ലൊക്കേഷനാണ്. അപ്പൊ +1 ആയിരുന്നെങ്കിൽ 7A വരുമായിരുന്നു. ഇവിടെ നമ്മൾ S+2 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം 7879, പിന്നെ 7A 7B. അപ്പൊ അത് കഴിഞ്ഞ്
അപ്പൊ 4 മെമ്മറി ലൊക്കേഷൻ മുമ്പിലേക്ക് വന്നു. അതാണ് 7C എന്നിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇനി പുറകോട്ടൊന്ന് പോയി നോക്കാം. അതായത് പോയിന്റർ സബ്ട്രാക്ഷൻ. ഇപ്പൊ നമ്മൾ ചെയ്തത് പോയിന്റർ അഡീഷൻ ആണ്. ഇപ്പൊ പോയിന്റർ അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. നമ്മൾ നിൽക്കുന്ന മെമ്മറി ലൊക്കേഷനിൽ നിന്ന് മുമ്പോട്ട് പോകുന്ന ഓപ്പറേഷനെയാണ് പോയിന്റർ അഡീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി എസ് എന്ന് പറയുന്ന ആ ലൊക്കേഷന്റെ വാല്യൂവിൽ നിന്ന് നമുക്ക് പുറകോട്ടൊന്ന് പോയി നോക്കാം. അപ്പം നമുക്ക് അതിനുള്ള മെസ്സേജ് ഇവിടെ ഒന്ന് കൊടുത്തു നോക്കാം. ഗോയിങ് ബാക്ക്വേർഡ്സ് ടു 3 മെമ്മറി ലൊക്കേഷൻ, 3 മെമ്മറി ലൊക്കേഷൻ നമുക്ക് പുറകോട്ടൊന്ന് പോയി നോക്കാം. ഫ്രം എസ്. അപ്പൊ ഇനി നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എസ് -3 എന്നാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് എൻഡ് കൊടുക്കാം. ഓക്കെ, നമുക്ക് വീണ്ടും ഒന്ന് കമ്പൈൽ ചെയ്യാം, ബിൽഡ് ചെയ്ത് നോക്കാം. ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നോക്കുക, നമ്മുടെ പ്രോഗ്രാം ഇവിടെ വന്നിരിക്കുന്നത് നമുക്കിപ്പോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ എസിന്റെ മെമ്മറി ലൊക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം 42278. അവിടെ നിന്ന് 4 മെമ്മറി ലൊക്കേഷൻ മുമ്പിലേക്ക് പോയി. അത് +2 എന്ന് പറയുമ്പോൾ 4 മെമ്മറി ലൊക്കേഷൻ ആണ് പോകുന്നത്. അതായത് ഷോർട്ട് എന്ന് പറയുന്നത് 2 ബൈറ്റ് ആണ്. അപ്പം ഒരു 2 മെമ്മറി ലൊക്കേഷനെയാണ് +1 കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ +2 എന്ന് കൊടുത്തപ്പോ 7879 ഒന്നായി. പിന്നെ 7A 7B അപ്പൊ 4. അപ്പൊ 7C എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് വന്നു. ഇനി നമുക്ക് 7-8 നിന്ന് പുറകോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ 7-8 നിന്ന് 2 ലൊക്കേഷൻ പുറകോട്ട് പോയാൽ -1 ആവും. അപ്പം 7776 ഒന്നായി. -2 എന്ന് പറയുമ്പോൾ 7574. വീണ്ടും 2 മെമ്മറി ലൊക്കേഷൻ പോവാണ്. -3ലേക്ക് വരണം. അപ്പം 7372. അപ്പൊ അതാണ് ഇവിടെ ഉത്തരമായിട്ട് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പൊ 2 ബൈറ്റ് വെച്ചാണ് ഷോർട്ടിന്റെ കാര്യത്തിൽ സംഭവിച്ചേക്കുന്നത്. അപ്പൊ അതേ രീതിയിൽ തന്നെ നമുക്ക് എഫിന്റെ ഇവിടുന്ന് +1 അല്ലെ +2 വെച്ച് ചെയ്ത് നോക്കാം. അതുപോലെ സ്ട്രക്ചറിന്റെ ഇതിലും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അതിന്റെ ആ കോഡ് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ആ കോഡ് ഒന്ന് എഴുതാം ഇതിനു വേണ്ടി. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പ്രാവശ്യം ഞാൻ F+1 എന്ന് കൊടുക്കാം. F+1. അതുപോലെ ഇവിടെ ഒരു ലൊക്കേഷൻ മുമ്പോട്ട് പോകണം. എഫിന്റെ ലൊക്കേഷൻ ഏതാണോ അവിടെ നിന്ന് ഒരു ലൊക്കേഷൻ. അതുപോലെ ഇവിടെ F-2 എന്ന് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, വീണ്ടും നമ്മൾ കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കാം. എസിന്റേത് നമ്മൾ ഓൾറെഡി ഇവിടെ കോഡിനകത്ത് നോക്കിയേക്കുന്നത് S+2 എന്നാണ്. അപ്പൊ എസിന്റെ മെമ്മറി ലൊക്കേഷൻ 2278 ആണ്. അപ്പൊ 227879 ഒന്നായി. പിന്നെ അവിടുന്ന് അടുത്തത് A7B. അപ്പൊ അടുത്ത മെമ്മറി ലൊക്കേഷൻ 227Cയിലേക്ക് വന്നു. ഇനി അതുപോലെ -3 വന്നപ്പോൾ 7-8 നിന്ന് 6 മെമ്മറി ലൊക്കേഷൻ പുറകോട്ട് പോകും. അതാണ് 2272. ഇനി എഫിന്റെ മെമ്മറി ലൊക്കേഷൻ നമുക്ക് നോക്കാം എത്രയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ. അപ്പൊ എഫിന് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്, എഫിന്റെ വാല്യൂ ഇതാണ് 52298 എന്നാണ് മെമ്മറി ലൊക്കേഷൻ വരുന്നത്. അവിടെ നിന്ന് +1 ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം 4 മെമ്മറി ലൊക്കേഷൻ ആണ് വരുന്നത് ഫ്ലോട്ടിന്. അപ്പൊ 98 99 9A 9B 4 മെമ്മറി ലൊക്കേഷൻ കഴിഞ്ഞു. അപ്പൊ +1 എന്ന് കൊടുക്കുമ്പോൾ 9Cയിലേക്ക് വന്നു. ഇനി നമ്മൾ അടുത്ത് കൊടുത്തേക്കുന്ന എത്രയാണ്? F-2 എന്നാണ്. F-2 എന്ന്. അപ്പൊ ഇവിടെ F-2 എന്നാണ്. ഒരു മിനിറ്റ്, ഒരു ചെറിയ തിരുത്ത് ഇവിടെ കൊടുക്കണം. നമ്മളിവിടെ ഗോയിങ് ടു 1 മെമ്മറി ലൊക്കേഷൻ, അവിടെ ഇവിടെ
ടു മെമ്മറി ലൊക്കേഷൻ, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ സംശയം അവിടെ വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് തിരുത്തുന്നു, എന്നിട്ട് വീണ്ടും ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ എഫിൻ്റെത് 2298 ആണ് ഇവിടെ. അവിടെ നിന്ന് +1, അപ്പൊ 98 4 മെമ്മറി ലൊക്കേഷൻ ഞാൻ പറഞ്ഞു, 98, 99, 9A, 9B. അപ്പൊ ആ 4 മെമ്മറി ലൊക്കേഷനിൽ നിന്ന് +1 എന്ന് പറയുമ്പോൾ 229C. ഇനി അവിടെ പുറകോട്ടാണ് നമ്മൾ പോകുന്നത്. 98ൽ നിന്ന് 4 മെമ്മറി ലൊക്കേഷൻ പുറകോട്ട് പോകും. അപ്പം 98ൽ 97, 96, 95, 94 ഒന്നായി. അവിടുന്ന് 93, 92, 91, 90. അപ്പൊ 2 മെമ്മറി ലൊക്കേഷൻ പുറകോട്ട് പോയപ്പോൾ FA2290. ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് സ്ട്രക്ചറിന് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഈ പ്രാവശ്യം എഫിന് വരെ സി ആണ് കൊടുക്കുന്നത്. സി. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഈ പ്രാവശ്യം സിയുടെ മെമ്മറി ലൊക്കേഷൻ നിങ്ങൾ നോക്കുക, F722A8. A8ൽ നിന്ന് +1, അതായത് സ്ട്രക്ചറിനകത്ത് മെമ്പേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഇടയ്ക്കുള്ള മെമ്പേഴ്സിന്റെ ഇടയ്ക്കുള്ള ഒരു ബഫർ മെമ്മറി മാത്രമേ ഉള്ളൂ. അതാണ് സ്ട്രക്ചറിന് ഒരു ലൊക്കേഷൻ മാത്രമായിട്ട് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അവിടെ നിന്ന് A8ൽ നിന്ന് +1 എന്ന് പറഞ്ഞപ്പോൾ 722A9. അതുപോലെ തന്നെ 2 മെമ്മറി ലൊക്കേഷൻ പുറകോട്ട് പോവാണ് A8ൽ നിന്ന്. അപ്പൊ A7, A6. അപ്പം മുമ്പോട്ട് പോകുന്ന ഓപ്പറേഷനെ പോയിന്റർ അഡീഷൻ എന്ന് പറയും. ഒരു ലൊക്കേഷനിൽ നിന്ന് പുറകോട്ട് പോകുന്ന ലൊക്കേഷനിലേക്ക് പോകുന്ന ആ മെത്തേഡിനെ നമ്മൾ പോയിന്റർ സബ്ട്രാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് പോയിന്റർ അർത്തമെറ്റിക് ഓപ്പറേഷൻസ്, 2 തരത്തിലുള്ള ഓപ്പറേഷൻസേ ഉള്ളൂ. ഒന്ന് പോയിന്റർ അഡീഷൻ, രണ്ടാമത് പോയിന്റർ സബ്ട്രാക്ഷൻ. അപ്പൊ നിൽക്കുന്ന മെമ്മറി ലൊക്കേഷനിൽ നിന്ന് മുമ്പോട്ട് പോകുന്നതിനെ പോയിന്റർ അഡീഷൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ പുറകോട്ട് പോകുന്ന ലൊക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ പോയിന്റർ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നു. ഈ 2 ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. കാരണം ഒരു മെമ്മറിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് പോയിന്റർ ഡിവിഷൻ ഇല്ല. അതുപോലെ തന്നെ മെമ്മറിയെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ പോയിന്റർ മൾട്ടിപ്ലിക്കേഷനും ഇല്ല. അത് 2 തരത്തിലുള്ള ഓപ്പറേഷൻസേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ ID യിൽ കൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.